ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങിലാവൂലേ സ്കൂളിലേക്ക് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഇയാൾ ഇത് അംഗനവാടിയിലേക്കാണ് കേട്ടോ പ്രാവശ്യം. ചെറിയാൾക്കുള്ളത് പിന്നെ അവൻ്റെ മാമ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുവിനുള്ളത് വാങ്ങാനാണ് കാര്യമായിട്ട് പോകുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സന്തോഷമാണിത്. വേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ പറഞ്ഞുതരുന്നുണ്ട്. അപ്പം മഴ നേരിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതാ ഗേറ്റ് അടവിലൊക്കെ കുടുങ്ങിക്കണം കേട്ടോ. ഞാൻ എപ്പോൾ എത്തും എന്തോ ആവും. മഴയൊക്കെ പെയ്യാൻ ഞാൻ മതിയായിരുന്നു, കോട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ തങ്ങി എന്തായാലും സ്ഥലത്ത് എത്തിക്കണ്. അപ്പോൾ ഞങ്ങൾ പരപ്പനങ്ങാടി ബാഗ് ഹൗസിലാണ് കേട്ടോ വന്നത്. ഞങ്ങൾ അധികം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. മോന് സ്കൂളിൽ പോണ സമയം മുതലേ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല സെലക്ഷനൊക്കെ ഉള്ള ബാഗൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാനായാലും അധികം എനിക്ക് വേണ്ട ബാഗൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ്. പിന്നെ ഒരു സ്കൂളിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. എല്ലാ കൊല്ലും മോന് വേണ്ടത് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ എടുക്കൽ. ഇതാ കൊട, ബാഗ്, പിന്നെ വാട്ടർ ബോട്ടിൽ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ ലേഡീസിൻ്റെ ബാഗിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. സ്ലേറ്റ്, ചെറിയ അംഗനവാടി കുട്ടികൾക്കുള്ള ബാഗ്, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ സെക്ഷൻ മുകളിലായിരുന്നു. അപ്പോൾ അതാണ്ട് കയറിണ്. കുട്ടികളെ കിറ്റ്, വലിയ വലിയ ബാഗുകൾ, പിന്നെ ഇതൊക്കെ സ്കൂൾ ബാഗിൻ്റെ ആ ഒരു കളക്ഷൻസ് ആട്ടോ. ഒരുപാട് കമ്പനീൻ്റെ ഒരുപാട് കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ മോനായിട്ട് വലിയ ആളെ പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല കേട്ടോ, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഇതുപോലെ എന്ത് ഷോപ്പിങ്ങിന് പോയാലും വേണ്ടത് ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കിയിട്ട് അതിന്ന് അവന് വേണ്ട സാധനം സെലക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ അവൻ്റെ കൂടെ പോയാൽ വേഗം ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരാം. നമ്മളൊന്നും പോലെയല്ല. ഞാനൊക്കെ പോയാൽ രാവിലെ പോയ ഉച്ചക്ക് വൈകുന്നേരമൊക്കെയാണ് ഇറങ്ങുക. അവന് അങ്ങനെ എല്ലാം വാരി വലിച്ചിടണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ അവന് അതിന് വേണ്ടത് ആ വെച്ച ബാഗിൽ നിന്ന് ഒരു ബാഗ് അവൻ ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇയാൾ നല്ല കച്ചവടം തുടങ്ങാനാന്ന് തോന്നുന്നുണ്ട്. എല്ലാ വാട്ടർ ബോട്ടിലും കഴുത്തിലിട്ടിക്കണ്. അങ്ങനെ ഒരു ഇത് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതൊക്കെ ഊരി തന്ന് അവന് വേണ്ട ഒരു വാട്ടർ ബോട്ടിൽ അവൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയാൾക്ക് പിന്നെ ഒരു കുപ്പി എടുക്കാനാണ് വന്നത്. സ്റ്റീലിൻ്റെ കുപ്പിയാണ് നോക്കിയത്. പക്ഷെ അവന് സ്റ്റീലിൻ്റെ കുപ്പി വലിയ താല്പര്യമില്ല, പ്ലാസ്റ്റിക് തന്നെ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ എന്നാൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എടുത്ത്. അതൊക്കെ അവിടെയുള്ള കളക്ഷൻസ് കേട്ടോ, എല്ലാ തരം ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പുസ്തകവും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് വരുന്ന വഴിക്ക് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടുള്ളത് തുടങ്ങിയിട്ട്. അപ്പം പുസ്തകവും പെന്ന്, പെൻസിൽ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ അവൻ്റെ അടുത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്യാവശ്യം ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബാഗ് കൊടാതെ ഒഴികെ ബാക്കി എല്ലാ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, അത് അത്രയും സാധനങ്ങളാട്ടോ അവൻ്റെ അടുത്ത് ഞങ്ങൾ വാങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തിറങ്ങി. ഇത് പിന്നെ എവിടെ പുറത്ത് പോയാലും ഇതൊരു ചടങ്ങാണല്ലോ അല്ലേ. അപ്പോൾ നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ വെള്ളം കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, ചായയാണ് കേട്ടോ വാങ്ങിയത് എല്ലാവരും. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല കേട്ടോ, നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്